അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസിന്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും ഓരോന്നിന്റെയും നേരെ ശരിയായത് എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, ചെറു സംഘം സലാം പറയണം. അപ്പൊ നമുക്ക് ആ ഒരു ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഉമ്മയുടെ പ്രാർത്ഥനയാണ് യർഹമുക്കല്ലാഹ്, വലിയ സംഘത്തിന് ധൂർത്ത്, അയൽവാസിക്ക് ഗുണം ചെയ്യൽ പ്രത്യേകം പരിഗണിക്കണം. അപ്പൊ ചെറു സംഘം സലാം പറയണം വലിയ സംഘത്തിന്. അപ്പൊ അവിടെ വലിയ സംഘത്തിന് എന്നുള്ളത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് പറയണം. എന്താണ് പറയേണ്ടത്? യർഹമുക്കല്ലാഹ്. അപ്പൊ അവിടെ യർഹമുക്കല്ലാഹ് എന്നുള്ളത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ഇമാം നവവി റഹിമഹുല്ലായുടെ വളർച്ചക്ക് കാരണമായത്. അപ്പൊ ഇമാം നവവിയുടെ വളർച്ചക്ക് കാരണമായത് എന്താണ്? ഉമ്മയുടെ പ്രാർത്ഥനയാണ്. നാലാമത്തെ ചോദ്യം, ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം പരിഗണിക്കണം. അപ്പൊ അവിടെ പ്രത്യേകം പരിഗണിക്കണം എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, പരലോക വിശ്വാസത്തിന്റെ അടയാളമാണ് അയൽവാസിക്ക് ഗുണം ചെയ്യൽ. അപ്പൊ അവിടെ അയൽവാസിക്ക് ഗുണം ചെയ്യൽ എന്ന് എഴുതി കൊടുക്കുക. ഇനി ആറാമത്തത്, അനാവശ്യമായി ധനം ചിലവഴിക്കലാണ് ധൂർത്ത്. അപ്പൊ അനാവശ്യമായി ധനം ചിലവഴിക്കുന്നതിനാണ് എന്ത് പറയുക? ധൂർത്ത് എന്ന് പറയുക. രണ്ടാമത്തെ പ്രവർത്തനം, ശരിയായ പ്രസ്താവനകളെ തെരഞ്ഞെടുത്തെഴുതാം. അപ്പൊ ശരിയായ പ്രസ്താവനകൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുത്തെഴുതണം. അപ്പൊ അവിടെ ശരിയും ഉണ്ടാകും തെറ്റും ഉണ്ടാകും. അപ്പോൾ നാലെണ്ണമാണ് അവിടെ നൽകിയിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്ന്, പിശാചിന്റെ മിത്രങ്ങളാണ് ധൂർത്തടിക്കുന്നവർ. രണ്ടാമത്തത്, നാം ഒരാളെ ആക്രമിച്ചാൽ അവന്റെ കൂടെ അല്ലാഹു ഉണ്ടാവും. മൂന്നാമത്തത്, അക്രമം നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അക്രമം അന്ത്യദിനത്തിൽ വെളിച്ചമായിരിക്കും. നാലാമത്തത്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന മാത്രം എടുത്ത് എഴുതുക. ഏതെല്ലാം വരും? പിശാചിന്റെ മിത്രങ്ങളാണ് ധൂർത്തടിക്കുന്നവർ, അതും പിന്നെ നാം ഒരാളെ ആക്രമിച്ചാൽ അവന്റെ കൂടെ അല്ലാഹു ഉണ്ടാവും എന്നുള്ളതും, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ്. അപ്പം ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് 2 വീതം എഴുതാം. താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും 2 എണ്ണം വീതം എന്ത് ചെയ്യുക? എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക, പൊങ്ങച്ചം പറയുക, വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക. ഇതെല്ലാം അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളാണ്. ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, വിനാശകരമായ 7 വൻ ദോഷങ്ങൾ. ഏതെങ്കിലും 2 എണ്ണമാണ് അവിടെ എഴുതാനുള്ളത്. ഒന്ന്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, സിഹർ ചെയ്യുക, പലിശ തിന്നുക, അനാഥകളുടെ ധനം ഭക്ഷിക്കുക, ഘോര സമരത്തിൽ നിന്നും പിന്നോട്ട് ഓടുക. അപ്പൊ ഇതെല്ലാം വിനാശകരമായ 7 വൻ ദോഷങ്ങളിൽ പെട്ടതാണ്. ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, അക്രമത്തിന്റെ ഇനങ്ങൾ. മനുഷ്യരെ ശാരീരിക ഉപദ്രവം ചെയ്യുക, മനുഷ്യരുടെ ധനത്തിൽ കൈകടത്തുക. അപ്പം ബാക്കി പേജ് 20 നോക്കുക. അപ്പൊ അതിൽ എന്തുണ്ടാവും? ബാക്കി ഉണ്ടാകും. അപ്പൊ ഈ 2 എണ്ണം മാത്രം ഇവിടെ എഴുതി കൊടുക്കുക. നാലാമത്തേത്, നാം മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾ. ഏതെല്ലാം കാര്യങ്ങളിലാണ് നാം മിതത്വം പാലിക്കേണ്ടത്? ഭക്ഷണം, വസ്ത്രം, കരണ്ട്, വീട്ടുപകരണങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള മുതലായ കാര്യങ്ങളിലൊക്കെ നാം മിതത്വം പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്.
അപ്പോൾ ആ 5 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യഥാർത്ഥ അറിവ് ഉണ്ടാകുന്നത് എന്തിനാണ്? യഥാർത്ഥ അറിവ് ഉണ്ടാക്കുന്നത് എന്തിനെയാണ്? അപ്പൊ എന്തിനെയാണ് യഥാർത്ഥ അറിവ് ഉണ്ടാക്കുന്നത്? വിനയത്തെ. അപ്പൊ യഥാർത്ഥ അറിവ് ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് വിനയം ഉണ്ടാകും. അപ്പൊ യഥാർത്ഥ അറിവ് ഉണ്ടാക്കുന്നത് വിനയത്തെയാണ്. രണ്ടാമത്തത്, ഖാറൂൻ ആരുടെ സമുദായത്തിൽ പെട്ടയാളാണ്? ഖാറൂൻ ആരുടെ സമുദായത്തിൽ പെട്ടയാളാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഖാറൂൻ. മൂന്നാമത്തെ ചോദ്യം, ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെ കുറിച്ചാണ്? അപ്പൊ ജീവനുള്ള മൃതദേഹങ്ങളാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഉത്തരം, നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ. അപ്പോൾ നന്മ ഉപദേശിക്കുകയും തിന്മ ഉപദേശിക്കുകയും ചെയ്യാത്തവർ ജീവനുള്ള ശവമാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലെങ്കിൽ ജീവനുള്ള മൃതദേഹമാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ എങ്ങനെയാണ് അസൂയാലു ചിന്തിക്കുന്നത്? നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത് എന്നായിരിക്കും അസൂയാലു ചിന്തിക്കുന്നത്. അഞ്ചാമത്തത്, ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ് അവർ. ആരാണവർ? ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണവർ. ആരെ കുറിച്ചാണ് അത് പറയുന്നത്? ഉത്തരം, ലഹരിക്ക് അടിമപ്പെട്ടവർ. അപ്പൊ ലഹരിക്ക് അടിമപ്പെട്ടവർ ദുനിയാവും നശിച്ചിട്ടുണ്ട്, അവരുടെ ആഖിറവും നശിച്ചിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കുക. അപ്പോൾ അവിടെ താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും വ്യക്തമായിട്ടുള്ള രൂപത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, തീനത്തുൽ ഖബാൽ. അപ്പൊ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലം, അതിനാണ് എന്ത് പറയുക? തീനത്തുൽ ഖബാൽ എന്ന് പറയുക. രണ്ടാമത്തെ ചോദ്യം, ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവം എന്താണ്? പിശുക്ക്. മൂന്നാമത്തത്, കുടുംബക്കാർ. ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവർ, അവർക്കാണ് കുടുംബക്കാർ എന്ന് പറയുക. നാലാമത്തത്, ഹസദ്. ഹസദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കൽ, അതിനാണ് അസൂയ അല്ലെങ്കിൽ ഹസദ് എന്നൊക്കെ പറയുക. ഇനി ഏറ്റവും 6ാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഒന്നാമത് നോക്കാം, ഫീ ഖൽബിഹി മിൻ ഖർദലിൻ ലാ യദ്ഖുലുൽ ജന്നത മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്രിൻ അഹദ്. അപ്പൊ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്രിൻ എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.